ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 50-51. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഇപ്പോൾ നമ്മളിവിടെ വായിച്ച ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലവും, ആമേൻ സ്തോത്രം, അത് ആരോട് പറഞ്ഞെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണല്ലോ. എങ്കിൽ ഒരിക്കൽ കൂടെ ആമേൻ സ്തോത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു നഥനയേലിനോട് ഇപ്രകാരം പറയുകയാണ്. പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ ആ ഒരു വചനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ആമേൻ സ്തോത്രം. നഥനയേൽ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നുവെന്ന് കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ അതും കൊണ്ട് മാത്രമാണ് നീ എന്നെ വിശ്വസിക്കുന്നു എന്ന് യേശു ഇങ്ങനെ നഥനയേലിനോട് പറയുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് അവനോട് പറയാണ്, നീ ഇതിനേക്കാൾ വലിയത് കാണും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. അതെ ദൈവമക്കൾ, നമ്മളെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്താക്കിയിരിക്കുമ്പോൾ ഈ ലോകത്തുള്ള പല ചെറിയ ചെറിയ നന്മകൾ, വലിയ നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനികളും, അല്ലേ? നമ്മുടെ സ്തോത്ര തലമുറകളുടെ നന്മകൾ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ നന്മകൾ, അല്ലെങ്കിൽ പല പല ചെറിയ ചെറിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. സ്തോത്ര രോഗസൗഖ്യങ്ങളുണ്ടാകാം. കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അനേക പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ കർത്താവിന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. നമ്മൾ ഒരുപക്ഷെ നഥനയേൽ വിശ്വസിച്ചതുപോലെ ആമേൻ സ്തോത്രം അവൻ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നുവെന്ന് കർത്താവ് വെളിപ്പെടുത്തിയപ്പോഴാണ് അവൻ പൂർണ്ണമായി എന്ത് ചെയ്ത് കർത്താവ് വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുന്ന ചെറിയ അത്ഭുതങ്ങളും കണ്ട് പല പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങൾ ഇതിനും വലുത് കാണും. ആമേൻ സ്തോത്രം. അതെ ദൈവമക്കളെ, നമ്മൾ ചെറിയ നന്മകളും ചെറിയ അത്ഭുത പ്രവൃത്തികളിലും ചെറിയ ചെറിയ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി, അതിലെല്ലാം നമ്മൾ ആശ്വാസം കണ്ടെത്തി ഒതുങ്ങി പോകുന്ന അനുഭവമാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് ഓരോരുത്തർക്കും അതായത് കർത്താവിന് നമ്മളെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ ആമേൻ സ്തോത്രം വലിയൊരു പ്രവൃത്തി നമ്മളിൽ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വലിയതൊന്ന് കാണുവാൻ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നഥനയേലിനോട് ഇപ്രകാരം പറഞ്ഞ്, നീ വലിയതൊന്നും കാണും. എന്താണ് കാണുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ആമേൻ സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണെന്നും പറഞ്ഞ് ആമേൻ സ്തോത്രം ഭൗതികമായ നന്മകളോ സാമ്പത്തികം അതൊന്നും അനുഭവിക്കരുതെന്നോ അതൊന്നും കാണുകയല്ല, അതൊന്നും നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷെ കർത്താവ് ഇതിനേക്കാളൊക്കെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ അകക്കണ്ണുകൾ ഈ നാളുകളിൽ തുറക്കണം. ഹല്ലേലൂയ. ആ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ടുള്ള ദൈവീക ദർശനങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിൽ കൂടുതൽ കൂടുതൽ വിശ്വാസം വരുവാൻ, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടേതായുള്ള കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളാലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിലും ഒക്കെ നമ്മൾ വിശ്വസിച്ച് അതിൽ ഒതുങ്ങിപ്പോകാതെ വണ്ണം കർത്താവിൻ്റെ ദർശനങ്ങൾ, ആമേൻ സ്തോത്രം, സ്വർഗീയ ദർശനങ്ങൾ പ്രാപിക്കുന്നവരായിത്തീരണം നമ്മൾ ഓരോരുത്തരും. കാൽവറി വെച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ സ്വർഗം, ആമേൻ സ്തോത്രം, സ്വർഗീയ പിതാവിൻ്റെ സ്വർഗം തുറക്കുന്നത്, ആമേൻ സ്തോത്രം, അങ്ങനെയുള്ള ദൈവീക സ്വപ്നങ്ങൾ, അതായത് സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ ആണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് പ്രാപിക്കുവാൻ നമ്മൾ ഈ നാളുകളിൽ കർത്താവിനോട് പറയണം, കർത്താവ് എൻ്റെ അകക്കണ്ണിനെ അങ്ങ് തുറന്നു തരണമേ. എൻ്റെ അകക്കണ്ണുകളെ സ്വർഗീയ ദർശനങ്ങളെ കാണുവാൻ, വെളിപ്പാടുകളെ കാണുവാൻ, ഇതിനും വലിയത് കർത്താവ് ഇത്രയും പ്രാപിച്ചത് പോരാ, ഇനിയും അധികം പ്രാപിക്കുവാൻ എന്നെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് നഥനയേലിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞ്, ഇതിനും വലിയത് കാണും. ഹല്ലേലൂയ. അപ്പോൾ ആ വിശ്വാസത്തോടുകൂടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഭരം ഏൽപ്പിക്കുവാണെങ്കിൽ സ്വർഗീയ ദർശനങ്ങളും വെളിപ്പാടുകളും തന്ന ദൈവം നമ്മൾ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.